ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനം ഞാൻ വായിക്കാം. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടും. സുവിശേഷത്തെക്കുറിച്ച് നല്ല ശക്തമായ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് റോമൻ സാമ്രാജ്യത്തിന്റെ പൗരസ്ത്യ ഭാഗം മുഴുവനും തന്റെ വാചകങ്ങളിൽ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശം വരെ റോമൻ സാമ്രാജ്യത്തിന്റെ പൗരസ്ത്യ ഭാഗം മുഴുവനും സുവിശേഷത്തിന്റെ തീ കൊണ്ട് നിറച്ച, ബാക്കി ഭാഗങ്ങൾ കൂടെ സുവിശേഷത്തിന്റെ അഗ്നി കൊണ്ട് നിറയ്ക്കണമെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായ ദാഹത്തോടെ നിന്ന ദൈവമനുഷ്യൻ. സുവിശേഷം പറയുന്നവനെ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ, റോമൻ അധികാരത്തെ, റോമൻ സംസ്കാരത്തിന്റെ മുൻപിൽ കൂടാരപ്പണി ചെയ്ത് ഉപജീവനം കഴിച്ച് നസ്രായനായ യേശുക്രിസ്തുവിന്റെ മരണവും ഉയർപ്പും സുവിശേഷത്തിന്റെ ശക്തിയും സുവിശേഷത്തിന്റെ സാധ്യതയും സുവിശേഷത്തിന്റെ വിടുതലും സുവിശേഷത്തിന്റെ അധികാരവും ശക്തിയോടെ വിളിച്ചു പറഞ്ഞ ദൈവമനുഷ്യൻ. റോമൻ സാമ്രാജ്യം, റോമൻ അധികാരം, റോമൻ സംസ്കാരം സുവിശേഷം പറയുന്നവനെ നായ്ക്കളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും സുവിശേഷത്തിന്റെ അഗ്നി അകത്തുള്ള ദൈവമനുഷ്യനായ പൗലോസ് വിളിച്ചു പറയുന്നു, ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്നവന് ദൈവശക്തിയായി മാറുന്ന സുവിശേഷത്തിന്റെ വെളിപ്പാട് എന്റെ അകത്തുള്ളത് കൊണ്ട് നായ്ക്കളെന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് പരിഹസിക്കുന്ന സാമ്രാജ്യത്തെ നോക്കി, അധികാരവർഗത്തെ നോക്കി അഭിമാനത്തോടെ ആ മനുഷ്യൻ പറയുകയാ, എനിക്ക് ലജ്ജയില്ല സുവിശേഷത്തെ പ്രതി. രാത്രിയിലും ദേശത്തിന് നടുവിൽ നമുക്കുയർത്തുവാനുള്ളത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ സാധ്യത, സുവിശേഷത്തിന്റെ അധികാരം, സുവിശേഷം നൽകുന്ന വാഗ്ദത്തം, സുവിശേഷം നൽകുന്ന വിടുതൽ, സുവിശേഷം നൽകുന്ന ന്യായവിധിയുടെ സൂചന, സുവിശേഷം നൽകുന്ന ക്രിസ്തുവിലുള്ള പ്രത്യാശ. ഇന്ന് രാത്രി അതാ ദേശത്തിന് നടുവിൽ ഉയർത്തുവാൻ നമുക്ക് നിയോഗമുള്ളത്. വായിച്ച വേദഭാഗം, മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല, നിയമത്തിന്റെ പ്രവർത്തികളാൽ അല്ല, പിന്നെയോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. സർവജ്ഞാനിയായ ദൈവത്തിന്റെ ആത്മാവ് ആ വാക്യം രേഖപ്പെടുത്തിയത് ഈ രാത്രി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല. റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ജ്വലിക്കുന്നു. മനുഷ്യൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച്
മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. തന്റെ ദിവ്യശക്തി, തന്റെ ദിവ്യത്വമായി തന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകത്തിന്റെ സൃഷ്ടി മുതൽ ഇന്നുവരെ ദൈവത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യർക്ക് വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ദൈവവചനം പറയുന്നു. അപ്പോ ഒരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം ദൈവം സകല മനുഷ്യർക്കും വെളിപ്പെടുത്തി. അടുത്ത വാക്യം, അവർക്ക് പ്രതിവാദം പറയാൻ കഴിവില്ലാതെ ഇരിക്കേണ്ടതിന് തന്നെ. ലോകസൃഷ്ടി മുതൽ ഇന്നുവരെ ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടുത്തിയിട്ട് മനുഷ്യനായി പിറന്നവനോട് തമ്പുരാൻ പറഞ്ഞു, ഒരു ദൈവമുണ്ട്. പ്രതിവാദം പറയാൻ അനുവാദമില്ലാത്ത തരത്തിൽ, തമ്പുരാന്റെ തിരുമുമ്പിൽ മറുവാദം പറയാൻ നിവർത്തിയില്ലാത്ത തരത്തിൽ, ദൈവസന്നിധാനത്തിൽ ആമേൻ വാചകം വച്ച് തമ്പുരാനോട് മറുവാദം പറയാൻ നിവർത്തിയില്ലാത്ത തരത്തിൽ മനുഷ്യനായി പിറന്ന സകല എണ്ണത്തിന്റെയും ഉള്ളത്തിൽ ഒരു ദൈവമുണ്ട് എന്ന വെളിപ്പാട് ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് വചനം പറയുന്നു. ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട് എന്നതുകൊണ്ട് തന്നെ റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആ ദൈവത്തിന് ഒരു നിയമവുമുണ്ട്. അടുത്ത വാക്യം, ദൈവമുണ്ട്, ദൈവത്തിനൊരു നിയമവുമുണ്ട് എന്നതുകൊണ്ട് ഒരു ന്യായവിധിയുമുണ്ട്. വളരെ കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ കൃത്യതയോടെ അടുക്കി വച്ചിരിക്കുന്ന ആലോചനകൾ. ദൈവമുണ്ട്, ദൈവത്തിനൊരു നിയമമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ന്യായവിധിയുമുണ്ട്. നിയമവും ന്യായവിധിയും ഉള്ളതുകൊണ്ട് ദൈവത്തിന്റെ നീതിയുമുണ്ട്. ദൈവം, നിയമം, ന്യായവിധി, നീതി. എന്നാൽ ഒരു ദൈവമുണ്ടെന്ന ബോധ്യമകത്ത് ലഭിച്ച മനുഷ്യൻ ദൈവത്തെ ദൈവമെന്നറിഞ്ഞ് നന്ദി പറയുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ തന്റെ യുക്തിവിചാരങ്ങൾക്ക് കീഴ്പ്പെട്ട്, തന്റെ ബുദ്ധിയുടെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോകുന്നത് കൊണ്ട് അവൻ പരാജിതനായി തീരുന്നെന്ന് വചനം പറയുന്നു. ഇന്ന് രാത്രി നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം മഹത്വമുള്ളവനാണെന്നും ആ നല്ല വെളിപ്പാടകത്തുള്ളത് കൊണ്ടാണ് പരസ്യ സ്ഥലമാണെങ്കിൽ പോലും ലജ്ജയില്ലാതെ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ മനുഷ്യൻ നാളെ പറയുക, എനിക്ക് നിയമമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിയമമില്ലാത്തവൻ നിയമം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണമില്ലാത്തവൻ ന്യായപ്രമാണം കൂടാതെ നശിക്കും. ദൈവത്തിന്റെ നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ചു മറുതലിച്ചു പോകുന്ന മനുഷ്യ, നീ നശിക്കും. അടുത്ത വചനം, ന്യായപ്രമാണമുള്ളവന് ന്യായപ്രമാണം വച്ച് ദൈവം വിധിക്കും. ദൈവത്തിന്റെ ആത്മാ മറ്റൊരു കാര്യം കൂടെ വേദഭാഗത്തിൽ രേഖപ്പെടുത്തി. എനിക്ക് നിയമമില്ലെന്നും എനിക്ക് ന്യായപ്രമാണമില്ലെന്നും എനിക്ക് വ്യവസ്ഥകളില്ലെന്നും പറയുന്ന മനുഷ്യ, ന്യായപ്രമാണത്തിലുള്ളത്, ദൈവത്തിന്റെ നിയമത്തിലുള്ളത് നീ സ്വഭാവത്താൽ ചെയ്യുന്നു. അപ്പൊ നാളെ ഒരു മനുഷ്യനും